നമസ്കാരം. അവസാന വിവരം കിട്ടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഇലക്ഷനിൽ കോർപ്പറേഷനിൽ UDFും മുനിസിപ്പാലിറ്റികളിൽ UDFും ജില്ലാ പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈക്വൽ ഫൈറ്റും ഗ്രാമപഞ്ചായത്തിൽ LDFും എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എറണാകുളം കോർപ്പറേഷൻ വൻ വിജയം നേടേണ്ട UDF ഇപ്പോൾ ഏകദേശം ഈക്വൽ ഫൈറ്റിൽ 37 LDFും 35 UDFും എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആകട്ടെ 17 സ്ഥലത്ത് NDA ആദ്യം മുന്നേറി ഒന്നാം സ്ഥാനത്ത് എത്തിയെങ്കിലും പിന്നീട് LDF ഇരച്ചു കയറുന്ന കാര്യമാണ് കണ്ടത്. അതേപോലെ UDF അതേപോലെ ഈക്വൽ ഫൈറ്റിലേക്ക് പോകുന്നു. 10 സീറ്റോടുകൂടി UDFും എത്തിയിരിക്കുന്നു. അതായത് 18, 17, 10 എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്കിൽ ഏറ്റവും രസകരമായ കാര്യം കൊല്ലം കോർപ്പറേഷൻ UDF ഭയങ്കര മുന്നേറ്റമാണ് നടക്കുന്നത്. അവിടെ നമ്മുടെ മുകേഷിൻ്റെ എഫക്റ്റ് കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. അവിടെ വൻ വിജയത്തിലേക്ക് പോകുന്നു. അതുപോലെ കണ്ണൂർ കോർപ്പറേഷനിലും UDF മുന്നേറുന്നു. അതേപോലെ കോഴിക്കോട് കോർപ്പറേഷൻ ഈക്വൽ ഫൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. അവിടെ ഒരിക്കലും UDF ഇതുവരെ വലിയ കുതിച്ചുകയറ്റം വരാത്ത സ്ഥലമാണ്. അവിടെ വലിയ കുതിച്ചുകയറ്റമാണ് നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി കൊടുത്തുകൊണ്ട് അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ UDF പിടിച്ചെടുത്തിരിക്കും. മുരളീധരന് ലോക്സഭാ ഇലക്ഷനിൽ വൻ പരാജയം നേടിക്കൊടുത്ത തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള ഈ തരത്തിലുള്ള പ്രോബ്ലം ആണെങ്കിലും എറണാകുളം ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും UDFിൻ്റെ വലിയ തേരോട്ടമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കൊച്ചിൻ കോർപ്പറേഷനിൽ 12ഓളം വിമതന്മാരുണ്ടായിരുന്നു UDFന്. അതുകൊണ്ട് തന്നെ 37 സീറ്റിൽ LDF മുന്നേറുന്നുണ്ടെങ്കിലും 35 സീറ്റിൽ UDF മുന്നേറുന്നുണ്ടെങ്കിൽ ഈക്വൽ ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ ഇതുവരെ വിശകലനം ചെയ്യുമ്പോൾ പിണറായി തകർന്നു തരിപ്പണമായി ഇല്ലാതാകേണ്ട ഒരു ഇലക്ഷനിൽ എന്തുകൊണ്ടാണ് പിണറായി പിടിച്ചു നിൽക്കുന്നത് എന്ന് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ലോകസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കേരളത്തിൽ UDFിൻ്റെ വലിയ മുന്നേറ്റമാണ് കണ്ടിട്ടുള്ളത്. ആ UDFിൻ്റെ മുന്നേറ്റം ഇത്തവണ എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതെ പോയത് അത് പഠിക്കേണ്ട സബ്ജക്റ്റാണ്. നമുക്കറിയാം തൃക്കാക്കര ഇലക്ഷനിൽ 12,000 വോട്ടിന് മുമ്പ് PT തോമസ് ജയിച്ചെടുത്ത് 25,000 വോട്ടിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമാ തോമസ് ജയിച്ചതെങ്കിൽ പിന്നീട് നമുക്കറിയാം പുതുപ്പള്ളിയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായിരുന്ന ഉമ്മൻചാണ്ടിക്ക് 9,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 38,000 വോട്ടിനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ ജയിച്ചതെങ്കിൽ പിന്നീട് പാലക്കാട് ഇലക്ഷൻ വന്നപ്പോൾ 3,000 വോട്ടിന് മാത്രം ജയിച്ചിരുന്ന സ്ഥലത്ത് UDF ജയിച്ച സ്ഥലത്ത് 18,000 വോട്ടിന് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു. അങ്ങനെ അതിനുശേഷം നടന്ന നിലമ്പൂർ ഇലക്ഷനാകട്ടെ ഇതേപോലെ മിന്നുന്ന വിജയം നേടി. ശരിക്കും 35,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ ശരിക്കും അൻവറിന്റെ അടക്കം ഉണ്ടാകുമ്പോൾ കിട്ടിയത്. അപ്പൊ ഈ വിധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. വലിയ മാർജിൻ മാറി നിന്നിരുന്ന UDFനെ ഇത്രയും താഴേക്ക് വരാൻ കാരണം എന്ത് എന്ന് പഠിക്കുന്ന സബ്ജക്റ്റാണ്. അതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തക്ക സമയത്ത് പിണറായി വിജയൻ സാധാരണ ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. 1,600 രൂപ ഉണ്ടായിരുന്ന പെൻഷൻ 2,000 രൂപയാക്കാൻ മാത്രമല്ല നേരത്തെ കുടിശ്ശികയാക്കി വെച്ച് ഇലക്ഷന് മുമ്പായിട്ട് ആ കുടിശ്ശിക ഇതും കൂടി കൊടുത്തു. 3,600 രൂപ കൊടുത്തപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതായത് 65 ലക്ഷം ആളുകൾക്കാണ് അതിന്റെ ആനുകൂല്യം കിട്ടുന്നത്. ഈ 65 ലക്ഷം ആളുകൾക്ക് താൽക്കാലികമായിട്ട് ഒരു കൈക്കൂലി പോലെ ആണ് പിണറായി വിജയൻ കൊടുത്തത്. അത് ജനങ്ങളെ സംബന്ധിച്ച് അപ്പം കിട്ടുന്ന എന്ന് പറയുന്ന സമീപനമാണല്ലോ. പിണറായി വിജയനെ പോലെ ഇത്രയും നാറിയായ ഒരാൾ ഭരണം കേരളത്തിൽ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വിജയിക്കുകയാണ് വീണ്ടും. എന്നിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്ന ഏകദേശം അല്ലെങ്കിൽ തരിപ്പണമായി പോകേണ്ട LDFനെ പിടിച്ചു ഉയർത്തുന്നതിൽ പിണറായി വിജയന്റെ ഈ പെൻഷൻ പദ്ധതി വിജയിച്ചിരിക്കുന്നു. 3,600 രൂപ ഒറ്റയടിക്ക് കിട്ടിയപ്പോൾ ജനങ്ങൾ സാധാരണ ജനങ്ങളിൽ ശബരിമലയോ മറ്റൊന്നും ഒരു പ്രശ്നമായില്ല. ശരിക്കും ശബരിമല ഏറ്റവും കേരളത്തിലെ തീ കത്തുന്ന പ്രശ്നമാണ്. ഈ തീ കത്തുന്ന പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് UDFന് വലിയ മുന്നേറ്റം ഉണ്ടാവാതെ പോയത്? മുമ്പ് ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ UDF ആണ് 19 സീറ്റും കേരളത്തിൽ നിന്ന് വിജയിച്ച ലോക്സഭയിലേക്ക്. എന്നാൽ ഇത്തവണ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം സാധാരണ ജനങ്ങളിലേക്ക് ശബരിമല അയ്യപ്പനോ രാഹുൽ മാങ്കൂട്ടോ മറ്റൊന്നും പ്രശ്നമല്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ
ഈ LDF-ലേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. നിയമപരമായി നിലനിൽക്കാത്തൊരു കേസാണ് രാഹുൽ മാങ്കൂട്ടം. എന്നാൽ ധാർമ്മികമായി രാഷ്ട്രീയമായുള്ളൊരു ഇഷ്യൂ ആയപ്പോൾ അത് UDF-ന്റെ മാത്രമായി എടുത്തുകൊണ്ട് UDF എന്ത് ചെയ്യണം, ആരും അറിയാതെ പരിഹരിക്കേണ്ട ഒരു സംഭവമായിരുന്നു. ഇരകളെ വിളിച്ച്, രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച് ആ പ്രശ്നം പരിഹരിച്ചും ആരും അറിയാൻ തീർക്കേണ്ട പ്രശ്നത്തെ വലിയ തോതിൽ വീർപ്പിച്ചത് ഇവിടുത്തെ UDF നേതാക്കന്മാരാണ്. അവസാനം എന്തായി? അത് പിണറായി വിജയനെ ഏറ്റെടുത്തു. കേരളത്തിലെ ഏറ്റവും ലൈംഗിക വൈകൃത രാജാവ് ഈ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് പ്രചരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർക്ക് ആ മെഷീനറി ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പ്രവർത്തനം UDF തീരെ ശുഷ്കമായിരുന്നു. ഇപ്പൊ ഏറ്റവും സോഷ്യൽ മീഡിയയിൽ പണമെറിഞ്ഞ് പ്രവർത്തിച്ചത് LDF-ഉം അതേപോലെ BJP-യുമാണ്. തിരുവനന്തപുരം പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളിൽ വലിയ നേട്ടമാണ് ഇപ്പോൾ ഇതുവരെ BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാലും വൈഷ്ണവി, അവിടെ ആര്യ രാജേന്ദ്രന്റെ വെട്ടിമാറ്റിയ വൈഷ്ണവി 400ഓളം വോട്ടിന് ജയിച്ചു എന്നുള്ള പറയുന്ന മുട്ടറ വാർഡിൽ നിന്ന് ജയിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതൊരു ജനാധിപത്യത്തിന്റെ വിജയമായി കാണാം. മുനമ്പത്താണെങ്കിൽ BJP-യാണ് വിജയിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർഡിൽ ജയിച്ചിരിക്കുന്നുള്ള വിവരമാണ് വരുന്നത്. എന്തായാലും അവസാന റൗണ്ട് വരുമ്പോൾ ആദ്യ റൗണ്ടിൽ 5 കോർപ്പറേഷനിൽ UDF പിന്നിലായിരുന്നെങ്കിൽ ഇപ്പോൾ 4 മുനിസിപ്പൽ കോർപ്പറേഷനിൽ UDF മുന്നേറുന്നു. ചിലപ്പോൾ 5ലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് ഈക്വൽ ഫൈറ്റ് ഒരു തൂക്കായിരിക്കും ഉണ്ടാവുക. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടി വരിക ആർക്കാണ്? UDF-നായിരിക്കും. തൃശ്ശൂർ ആയിട്ടാണ് ഏറ്റവും വലിയ തിരിച്ചടി. അവിടെ ഏറ്റവും വലിയ തിരിച്ചടി സുരേഷ് ഗോപിക്കാണ് എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ ഇമേജ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു തൃശ്ശൂർ എന്ന് പറയും. ഇതാണ് ഇപ്പോൾ വരെയുള്ള, അതായത് ഇപ്പോൾ ഒരു 10 മണി ഏകദേശം 10 മണിയാകുന്നതോടെയുള്ള കേരളത്തിലെ ചിത്രം ഇതാണ്.